ഇത് വെച്ച് നമ്മൾ അടി കഴിയേണ്ട വരും. മക്കളെ അടിപൊളി സാധനമാകട്ടെ ഇത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയും. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും 5 സ്റ്റാർ ഹോട്ടലിൽ ഇവിടെ 10 ദിറംസിന് പോയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആനയിച്ച് കൊണ്ടുപോവാണ് നമ്മുടെ ഇരിപ്പിട്ടത്. താങ്ക് യു. ചെറിയൊരു മിന്റിന്റെ പീസ് കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഓവർ ചോക്ലേറ്റ് തിന്നുമ്പോൾ കിക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. തീം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി തീമാണ്. അത് അവരുടെ മെനു കാർഡിൽ വരെ കാണിച്ചത്. അങ്ങനെ നമ്മുടെ ഫൈനൽ 5ാമത്തെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 5ാമത്തെ സ്പോട്ട്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി അത് ഞാൻ ചെയ്യേണ്ട വരും മിക്കവാറും. ഇവിടെ മറ്റേ റെസ്റ്റോറൻറ്റിൻ്റെ ഹൈപ്പും. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ബാങ്കിന് മുന്നിൽ ഈ പെണ്ണെന്താ നിൽക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരോടാണ് ഇന്ന് നന്ദി പറയേണ്ടത്. ഇവരാണ് എൻ്റെ മാലാഖമാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം സ്പെഷ്യൽ ഓഫർ ഇറക്കിയിട്ടുണ്ട്. എമിറേറ്റ്സ് MBD കാർഡുള്ളവർക്ക് 10 ദിറംസിന് ചില സെലക്റ്റഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എവിടെയൊക്കെ? ചിലത് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിലാണ്, ചിലത് നമ്മുടെ പോകുന്ന വഴിക്കുള്ള ഹോട്ടൽസ് തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ പൈസ, അതായത് 35-45 ദിറംസിന് അതിലും മേലെയുള്ള റേറ്റിനുള്ള ഫുഡ് 10 ദിറംസിനെന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഉള്ളിലൊരു ആവേശം ഉണ്ടാവില്ലേ? അതേ ആവേശം എനിക്കും ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് ആ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള നമ്മളെ മിസ്റ്റർ ബേക്സ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, മിസ്റ്റർ ബേക്സ്. ഇവിടുന്ന് ബക്ലാവയാണോ തരുക അതോ ഡേറ്റ്സോ? എന്തായാലും ചോദിച്ചു നോക്കാം. ബക്ലാവ ഫിനിഷ്ഡ്. ബക്ലാവ തീർന്നു പോയി. Assorted dates. Would you like to take one? Yeah. Both are same? No, that's coffee delights. ഞാനപ്പം നമ്മുടെ കോഫി ഡിലൈറ്റ്സ് ആണ് എടുത്തത്. ഡേറ്റ്സ് വേണ്ടാന്ന് പറഞ്ഞു. അതെനിക്ക് ആരോ ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, നട്ട്സുള്ള ഡേറ്റ്സ്. സോ അത് വേണ്ട, നമുക്ക് ഇത് മതി. എന്നാലും എൻ്റെ ബക്ലാവ കിട്ടിയില്ലല്ലോ. ആശിച്ച് വന്നതായിരുന്നു 10 ദിറംസിന് കിട്ടുന്നതിനെ വെച്ച്. സാരല്ലേ, ഇത് വെച്ച് ഒപ്പിക്കാം. കാർഡ് ഇവരിവിടെ ഫുൾ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോയിലാണ് കണ്ടത്, പക്ഷെ ഇവരിവിടെ ഫുൾ എഴുതിയിട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് വേണ്ടി വന്ന് വാങ്ങിക്കോ, പൈസ കൊടുത്ത് വാങ്ങണം, വലിയ പൈസ കൊടുത്തിട്ട്. നല്ല മുഞ്ചുണ്ട് കാണാൻ. പിന്നെ കൺഗ്രാറ്റ്സ്, എനിക്ക് കിട്ടിയല്ലോ ഗൈസ്. ഇതിൻ്റെ ചെറിയ ബക്ലാവ തരുന്നാണ് പറഞ്ഞത്, പക്ഷെ അതിവിടെ തീർന്നത് കൊണ്ടും എൻ്റെ ഭാഗ്യവശാൽ എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടും എനിക്കത് കിട്ടിയില്ല. ശരിക്കും ഇതിൻ്റെ റേറ്റ് 150 ദിറംസാണ്. അപ്പോൾ ഇത് 10 ദിറംസിന് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയാൽ വലിയ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ആരായാലും പോയി നോക്കൂലേ. അതുപോലെ ഞാനും വന്നുള്ളൂ, പക്ഷെ എനിക്ക് ഭാഗ്യമില്ല, അത് തീർന്നു പോയി. എന്ത് ചെയ്യാനും? അതുകൊണ്ട് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനം ഇപ്പം ഞാൻ വാങ്ങിയത്. ഓൾറെഡി ആ ഡേറ്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബില്ലടിച്ചിട്ടും അറിയാതെ ബില്ലാണല്ലോ, അതെന്തുകൊണ്ട് വേണ്ട? എൻ്റെ അടുത്ത് നിന്ന് പൈസ ഒന്നും വേണ്ടെന്ന് പറയുന്നതായിരിക്കും സാർ. ബില്ലടിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു സാധനത്തിനെ സ്പോട്ട് ചെയ്തു. ഇതേ ഇവിടെ കിടക്കുന്നു. ഇതെന്താന്ന് നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും അറിയുവാണെങ്കിൽ, റോസ് അല്ല, റോസിൻ്റെ വേറെ എന്തോ പേരാണ് ഇതിന് പറയാം. നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും അറിയുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ശരിക്കും ഇതിന് 35 ദിറംസാണ്, പക്ഷെ ഞാൻ ഇവിടുന്ന് 10 ദിറംസിന് വാങ്ങി. നല്ല കവറിങ് അല്ലേ? ഇവിടുന്ന് തന്നെ ഞാൻ സാധനം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അയ്യോ, ഏത് സൈഡിൽ നിന്ന് പൊട്ടിക്കാൻ തോന്നുന്നില്ല. മൊഞ്ച് കൊണ്ട് പൊട്ടിക്കാൻ തോന്നുന്നില്ല. ഏത് സൈഡിൽ നിന്ന് പൊട്ടിക്കാം? നമുക്ക് മുട്ടസൂചി വെച്ച് പൊട്ടിക്കാം. നമ്മൾ മലയാളികളെ എപ്പോഴും പ്രിയപ്പെട്ടൊരു സാധനം മുട്ടസൂചി. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ്. അതിനെന്താ പറയാം, കപ്പലണ്ടി മുട്ടായി എന്ന് തന്നെ പറയാം. നമ്മളെ കടലിലുള്ള ഒരു ഉണ്ടയില്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറ്, പിന്നെ കോഫിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. വൈറ്റ് ചോക്ലേറ്റ്, പിസ്താഷ്യം, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കോഫിൻ്റെ ഫ്ലേവർ ഉണ്ട്. അടിപൊളിയാണ്. പക്ഷെ ഓവർ തിന്ന് എൻ്റെ അടുത്ത സ്പോട്ട് എത്തിയാൽ എനിക്ക് വയറ്റിൽ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇത് ബാക്കി വീട്ടിൽ നിന്ന് വന്നു. അങ്ങനെ ഫസ്റ്റ് സ്പോട്ട് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭമാണ് കേട്ടോ. ഇങ്ങനെ എമിറേറ്റ്സ് MBD ഇടയ്ക്കിടെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആ ബക്ലാവക്ക് എത്ര പൈസ ഉണ്ടെന്ന് അറിയാമോ? അപ്പോൾ ആ ബക്ലാവ 10 ദിറംസ്, അത്ര വലിയ ബോക്സ് അല്ലെങ്കിലും ഇതുപോലത്തെ ഒരു മിനി ബോക്സ് ഉണ്ടാവാൻ, അത് 10 ദിറംസിന് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ലാഭമാണ്. ലാഭം എന്നല്ല, നമുക്ക് നല്ലൊരു മണി സേവിങ് ആണ്. ടേസ്റ്റ് നോക്കാൻ പറ്റിയ ആൾക്ക്. പിന്നെ ബക്ലാവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റേറ്റ് ഉറച്ച് വെക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ടേസ്റ്റിനും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ചിട്ട്
റേറ്റ്സ് ഇങ്ങനെ ഓരോരുത്തർ ഓരോ റേറ്റ്സ് ആണ്. നമ്മുടെ ഇവിടെ UAE തന്നെ ഒരു ഹബീബ് ബേക്കറി ഉണ്ട്, അവിടുത്തെ ബക്ലാവയാണ് സൂപ്പർ, അതൊന്ന് ട്രൈ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ നിന്നും കിട്ടുന്ന വെച്ചിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് ഭാഗ്യമില്ല, ബക്ലാവ് കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം കിട്ടിയത് വെച്ച് ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം, അത് അവിടെ എത്തിയിട്ട് ഞാൻ ഏതാന്ന് കാണിച്ചു തരാം. അപ്പം ഞാനെൻ്റെ സെക്കൻഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ അങ്ങ് കാണുന്ന റാഡിസൺ ബ്ലൂ. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും 5 സ്റ്റാർ ഹോട്ടലിൽ ഇവൾ 10 ദിറംസിന് പോയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, അതിൻ്റെ ഉള്ളിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഞാനിന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ പോവുകയാണ്. എമിറേറ്റ്സ് MBD കാർഡുള്ള ആൾക്കാർക്ക് 10 ദിറംസിന് കഴിക്കാൻ പറ്റും. നമുക്കറിയാം, ഞാനന്ന് ലാസ്റ്റ് ടൈം കഴിച്ചത് ഗ്ലോബൽ വില്ലേജിൽ നിന്നായിരുന്നു. 45 ദിറംസ് ഉണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കഴിച്ചപ്പോൾ. അപ്പോൾ അതേ സാധനം അത്രയും ടേസ്റ്റുള്ള വായിൽ ഇങ്ങനെ ഇടുമ്പോൾ അലിഞ്ഞു പോകുന്ന സാധനം 10 ദിറംസിനിട്ട് എങ്ങനെയായിരിക്കും? അതും നമ്മുടെ അഹാന കൃഷ്ണ ഫേമസ് ആക്കിയ മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പം നമുക്ക് പോയിട്ട് ട്രൈ ചെയ്താലോ? റാഡിസൺ ബ്ലൂവിൻ്റെ ഉള്ളിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിലൊരു റെസ്റ്റോറൻ്റാണ് ഈ എന്ന് പറഞ്ഞത്. ഇത് 5 സ്റ്റാർ സെറ്റപ്പാണ്. എല്ലാവരും ഒന്ന് കണ്ട് ഓടിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ്. ചിലപ്പോൾ ഇവർ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഏത് വേണമെങ്കിലും സെലക്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ചെറിയ കടകളും ഉണ്ട് ഇതിനുള്ളിൽ. അങ്ങോട്ട് നോക്കൂ, കുറച്ച് കടകളും ഉണ്ട്. വരുന്ന ഫോറിനേഴ്സിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. തൊട്ടാ പൈസ ആയിരിക്കും, അത് വേറെ പ്രശ്നം. അടുത്തത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിൻ്റെ ബിസ്റ്റായിട്ട് ഇതൊരു വട്ടിയിൽ വെച്ചിട്ട്. പിന്നെ ഇതെന്ത് സാധനം, ഇതെന്താ എനിക്കറിയില്ല. ഇത് നമ്മുടെ സാഫ്രോണ്. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇത് ഏതോ ഒരു രാജാവാണ്. കപ്പും സോസർമറിൽ കയറിയിരിക്കാൻ ചെയ്തത്. ഈ കടയുടെ പേര് തന്നെ സാഫ്രോൺ പാലസ്. ഇതിൻ്റെ ഉള്ളിൽ കയറേണ്ട, ഉള്ളിൽ കയറി തൊട്ട പൈസ ആയിരിക്കും. അവിടെ നമ്മളിങ്ങനെ പുറമേലൂടെ നോക്കുമ്പോൾ നിറച്ച് സാഫ്രോൺ ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ സത്യം വന്ന ആൾക്കാർ വരെ കുറവാണ്. ഈ ഓഫേഴ്സ് അറിഞ്ഞു വരുന്ന ആൾക്കാർ വളരെ കുറവാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി ചോദിച്ചു 10 ദിറംസിന് ഓഫർ ഉണ്ടോയെന്ന്. ഒരു സ്റ്റാഫിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എമിറേറ്റ്സ് MBD കാർഡിന് 25% ഓൾറെഡി ഓഫർ ഉണ്ട്. വേറെയുള്ള ഓഫേഴ്സ് അവളെ സീനിയർ മാനേജറോട് ചോദിക്കണം. നമ്മൾ സീനിയർ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ ഓക്കെ 10 ദിറംസിന് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ സാധനം വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് നമ്മളോട്. 2 ഓപ്ഷൻ ഉണ്ട്. ടേക്ക് അവേ വേണ്ടെങ്കിൽ അങ്ങനെ തരും, ഡൈനിങ് വേണ്ടെങ്കിൽ അങ്ങനെ തരും. ഇത് നമ്മളൊരു പ്രീമിയം ഹോട്ടലിലൊക്കെ വന്നിട്ട് ഡൈനിങ് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഡൈനിങ് മതി. അങ്ങനെ നമ്മുടെ ജമ്മിൽ കയറി ഇരുന്നിട്ടുണ്ട്, അവർ തരും. ഞാൻ ഒന്നുകൂടി നമ്മുടെ വായിലിട്ട് അരിഞ്ഞു പോകുന്ന മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം. അത് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തെല്ലാം കണ്ടിങ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അത് ഞാൻ ഫസ്റ്റ് തന്നെ കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അഹാന കൃഷ്ണൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അതിലാണ് ഏറ്റവും പോപ്പുലർ ആയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്നുള്ള പൂതി ഉണ്ടായത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കഴിച്ചു. അതിന് ശേഷം ഇതാ ഇവിടുന്ന്. പക്ഷെ അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ, 45 ദിറംസാണ്. അപ്പം ഞാൻ ഈ ഓഫേഴ്സിൻ്റെ സംഭവം കണ്ടപ്പം തന്നെ ഞാൻ ഫറൂനോട് പറഞ്ഞു, ഫറൂ എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് എന്തായാലും വാങ്ങിത്തരണം. അത് എത്ര വലിയ ഹോട്ടലിൽ കയറിയിട്ടായാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്കിത് വാങ്ങിത്തരണം എന്തായാലും. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ മാമാതകളും കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ മാങ്ങ തോല് പൊളിച്ച് എന്നെ കട്ട് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. പൈസ ആയിട്ടുണ്ടാവുമായിരിക്കും. ക്വാണ്ടിറ്റി വൈസ് ഇങ്ങനെ കാണുമ്പോൾ വളരെ കുഞ്ഞി ക്വാണ്ടിറ്റിയാണ്. ഇത് വെച്ച് നമ്മൾ അടി കഴിയേണ്ടി വരും. പക്ഷേ ടേസ്റ്റ് ഞാൻ നോക്കി നോക്കട്ടെ. പക്ഷെ മാംഗോൻ്റെ പ്രസൻറ്റേഷൻ അത് സെറ്റാക്കണം കേട്ടോ. ആര് വരുന്നുള്ള ഒരു കൺഫ്യൂഷനുള്ള മാങ്ങക്കാരാണ്. നമ്മൾ ആദ്യം ഈ മാംഗോവും ഈ റൈസും ആ പാലും, പാലിങ് വാ പാല്, ഇതിനെ സോസ് എന്നും പറയും നമ്മുടെ സ്റ്റിക്കി റൈസ്. സെറ്റ് സാധനം അടിപൊളി. നല്ല മാങ്ങ മാത്രം തിന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല മാങ്ങ. ശരിക്കും സോസ് അവർക്ക് സെപ്പറേറ്റ് തരായിരുന്നു, നമുക്ക് ആവശ്യം പോലെ ഒഴിക്കാൻ. അത് തന്നില്ല, അതാകുമ്പോൾ കുറച്ച് നല്ലോണം കോരിയെടുത്ത് തന്നു. ആ സ്റ്റിക്കി റൈസ് കുഴമ്പ് മാതിരിയായിരുന്നു കണ്ടോ. നോക്കിയോ,
ഓൾറെഡി അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. മാവും എന്ന് പറയുന്ന അതിനെന്താ പറയുക, പപ്പായ മാങ്ങ അല്ലേ. ആ ഒരു പപ്പായ മാങ്ങൻ്റെ ഫ്ലേവർ സീരിയസ്ലി മാങ്ങ മാത്രം തിന്നാൻ ആ ഒരു ഫ്ലേവറിന് നാട്ടിൽ പോവായിട്ട് നാട്ടിലെ ടേസ്റ്റ് കിട്ടിയതാണോ എന്ന് അറിയുന്നു. റൈസ് ഞാൻ അന്ന് അവിടെ നിന്ന് കഴിച്ചതും ഈ റൈസും എൻ്റയർലി ഡിഫറെൻറ്റാണ്. വേറെ ടേസ്റ്റും. ഇത് ഭയങ്കര എന്താ പറയുക, ഒരു വെളിച്ചെണ്ണൻ്റെ ഒരു ഫ്ലേവർ. പറഞ്ഞു കിട്ടിയോ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ? കിട്ടിയില്ല. ഒരു വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ കൂടുതലാണ്. എന്നാൽ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് അങ്ങനെയല്ല, വെളിച്ചെണ്ണ ഫ്ലേവർ കുറവാണ്. പിന്നെ അവർ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് അവർ സോസ് നമുക്ക് വേറെ തന്നെയാണ് തന്നത്. നമ്മളത് ഒഴിച്ചിട്ട് കഴിച്ചതായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. നമ്മുടെ റാഡിസൺ ബ്രോയിലെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നിട്ടാണ് ഞാനിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരുമില്ല. അപ്പം ഞാൻ വെച്ചൊരു വീഡിയോ എടുക്കാം. നമ്മൾ അവിടുന്ന് മാംഗോ സ്റ്റിക്കി റൈസൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബില്ല് അവർ തന്നത് 57 ദിറംസ് ആയിരുന്നു. അത് ഓഫറിന് നമുക്ക് 10 ദിറംസിന് കിട്ടി. 57 ദിറംസ് എന്ന് പറയുമ്പോൾ ആ ക്വാണ്ടിറ്റിയിൽ അതില്ല. പക്ഷേ ക്വാളിറ്റി വൈസ് ഇറ്റ്സ് ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ക്വാണ്ടിറ്റിയിൽ 57 കൊടുക്കാനില്ല. 10 ദിറംസിനായാലും പോയി കഴിച്ചപ്പോൾ എനിക്കൊരു മനസ്സുഖം. കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് അത് കഴിക്കണം തന്നെ, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പ്രശ്നം മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം. മുടിഞ്ഞ പൈസയാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടെ പോയി കഴിക്കില്ല, ഇങ്ങനെ ഓഫർ ഉള്ളപ്പോൾ അല്ലേ കഴിക്കുള്ളൂ. ഇനി അപ്പം നമ്മുടെ തേർഡ് സ്പോട്ടിലേക്ക് പോകാം. ഈ വ്യൂ എല്ലാം ടാറ്റ ബൈ ബൈ പറയുന്നു. എഗെയിൻ റാഡിസൺ ബ്ലൂ, ഞാൻ തിരിച്ചു വരും. നിങ്ങൾ വീണ്ടും ഓഫർ ഇട്ടാൽ ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഇത്തവണത്തേക്ക് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോകും. ഞാനിപ്പോൾ നമ്മുടെ തേർഡ് സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. ആ സ്പോട്ട് വരുന്നത് മജസ്റ്റിക് സിറ്റി റീട്രീറ്റ് ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പെർമിറ്റ് റൂം ഉള്ളത്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതും 5 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ് വരുന്നത്. പിന്നെ ഇത് ഏതാ പ്ലേസ് എന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്, ഇത് നമ്മുടെ ഷെറഫ് DJ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 600 മീറ്റർ നടന്നാൽ മതി ഈ ഒരു ഹോട്ടലിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏത് ഭാഗത്താണെന്ന് നോക്കാം. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഞാൻ സ്വീറ്റ് ഐറ്റംസ് ആണ് ഇവരെ ഓഫറിലുള്ളത്. അപ്പോൾ അതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. നമ്മൾ പെർമിറ്റ് റൂമിൽ ഇപ്പോൾ ഉള്ളത്. ഇത് പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു റെസ്റ്റോറൻറ്റ് എന്നൊന്നും വിചാരിക്കില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്. നമ്മൾ ആദ്യം ഉള്ളിൽ പോയി ഇരുന്നപ്പോൾ അവർ പറഞ്ഞു ഔട്ട്ഡോറിലൊരു സ്പേസ് ഉണ്ട്, അവിടെ പോയിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഔട്ട്ഡോർ സ്പേസിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് തന്നത്. ഒന്ന് ഫെറാറോ റോഷർ ചോക്കോ ബാറും അതുപോലെ മാംഗോ സിസും. അവിടെ നിന്ന് മാംഗോ സിസ് കഴിച്ചതുകൊണ്ട് ഞാൻ ഫെറാറോ റോഷറിനാണ് പറഞ്ഞത്. അപ്പം അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഓക്കെ, താങ്ക് യു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ചോക്കോ ബാർ. നമ്മുടെ ചോക്കോ ബാറാണിത്. എൻ്റെ പൊന്നോ, സൂപ്പർ. ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാ നോക്കൂ. മക്കളെ അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി തന്നെ. 2 ആൾക്ക് ധാരാളം കഴിക്കാനുള്ള പോർഷൻ ഉണ്ട്. ഡെസേർട്ട് അല്ലേ, അപ്പം നമുക്ക് മധുരം ഓവർ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനാണ് ഇവരെ മീൻചിട്ട് മിക്സ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവറോൾ അടിപൊളിയാണ്. വേറൊരു വെറൈറ്റി ടേസ്റ്റാണിത്. നമ്മളിപ്പോൾ കഴിച്ച ഫുഡിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടുന്ന് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് പറയുന്നത്, അവർ പാട്ട് വെച്ചതുകൊണ്ട്. അതിൽ നമ്മൾ ബ്രൗണീസ് പൊടിച്ചിട്ടിട്ടുണ്ട്, പിന്നെ ചോക്കോ ചിപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫെറാറോ റോഷേഴ്സിൻ്റെ നമ്മുടെ ചോക്കോ ബാർ പോലത്തെ ഒരു ബാറ്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അതിന് ഞാൻ ആദ്യം ഒന്ന് വേറെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ മിക്സ് ചെയ്ത ടേസ്റ്റാണ് കൂടുതലും രസം. പിന്നെ അവർ അതിൻ്റെ മേലെ നല്ല പ്രീമിയം മിൻറ്റ് ഇട്ടിട്ടുണ്ട്. പ്രീമിയം മിൻറ്റ് എന്ന് പറയാൻ കാരണം UAE തന്നെ ഉണ്ടാക്കിയ സാധനമാണ് ആ മിൻറ്റ് കേട്ടോ.
അപ്പം അത് ചെറുങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മധുരമല്ലേ കഴിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് കിക്കാവുന്നതുകൊണ്ട് ഈ ചെറുങ്ങനെ പൊടിച്ചിട്ട മിൻറ്റ് അതിൽ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പം അത്ര വലിയ പ്രശ്നമില്ല. പിന്നെ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ചോക്കോബാറും കുറച്ച് ബ്രൗണീസും അങ്ങനെയേ ഉള്ളൂ. പക്ഷേ അത് രണ്ടാൾക്ക് വയറ് നിറച്ചും കഴിക്കാനുണ്ട്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാനും പറ്റും. കാരണം മധുരമായതുകൊണ്ട് ഓവർ കഴിക്കാൻ പറ്റില്ല. ആ ഒരു ഇതുണ്ട്. എന്തായാലും ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് അവരോട് എത്രയാണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് 55 ദിറംസ് എന്നാണ്. 55 ദിറംസിന് ആ ഒരു പോർഷന് പെട്ടെന്ന് നമ്മൾ സാധാരണ നമ്മളെപ്പോലത്തെ ആൾക്കാർ 55 ഇത്ര കുഞ്ഞ് പോർഷനാണെന്നുള്ളത് വിചാരിക്കും അല്ലേ. പക്ഷേ എന്താ പറയുക, 10 ദിറംസ് ആയതുകൊണ്ട് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റി. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇനിയും കുറച്ച് സ്പോട്ട്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ സ്പോട്ട് എവിടെയാണെന്നൊക്കെ നമ്മൾ 4ാമത്തെ സ്പോട്ടിലേക്ക് ഇനി പോവുകയാണ്. അവിടെ എത്തിച്ച് ഞാൻ അത് ഏതാ പ്ലേസ് എന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ 4th സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, പുരീദ റെസ്റ്റോറൻറ്റ്. ഇതൊരു മെക്സിക്കൻ ഡിഷസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഇവിടുത്തെ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചോ ആണ് നമ്മുടെ ഓഫറിൽ വരുന്നത്. 3 പീസസ് മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ 10 ദിറംസ് ആണ്. ഞാനിവിടെ ബാക്കിയുള്ള മെനൂസ് നോക്കിയപ്പോൾ ഈ നാച്ചോസിന് 40 ദിറംസ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം എബവ് 35 ദിറംസാണ് വരുന്നത്. അപ്പം പിന്നെ നമ്മൾ 10 ദിറംസ് അതൊന്നും ലാഭമല്ലേ. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റം എന്നാണ് പറയുന്നത് നാച്ചോസ്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നമ്മൾ നിയറസ്റ്റ് ബസ് പിടിക്കണം. ബസ്സിൽ നിന്ന് സെക്കൻഡ് സ്റ്റോപ്പ്. ഇതിൻ്റെ വൈബിന്ന് വേറെ തന്നെയാണ്. വാഷ് ബേസിന് ഫുള്ള് പൂക്കളായിട്ട് നിറച്ച് വെച്ചിട്ട്, പിന്നെ ഇതിൻ്റെ മേലിൽ നിന്നും കണ്ടോ, മേലിലൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു പഴയ ഉടുപ്പും വേറെ ഒരു വൈബ്, മെക്സിക്കൻ ആ ഒരു ടച്ച് വന്നതായിരിക്കും. തീം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി തീമാണ്. അത് അവരുടെ മെനു കാർഡിൽ വരെ കാണിച്ചിട്ട് പൂക്കൾ, പനിനീർ പൂക്കൾ, ഫുള്ള് പൂക്കളാണ്. ഫുള്ളും മറ്റേ പുഷ്പങ്ങളായി നിറച്ചിരിക്കുന്നു. കളറും അങ്ങനത്തെ ഒരു കളറ്, പിങ്ക്, എന്തെല്ലാം ഒരു കളറ്. പാത്രങ്ങളും അങ്ങനത്തെ പാത്രങ്ങള്, ഡൈനിങ് ടേബിൾ അങ്ങനത്തെ. ഇതാരാ ജിങ്കുജ, ഇത് ഏതൊരു ഡോളാണ് അത്. പിന്നെ നമ്മുടെ കത്തിയും പോക്കെല്ലാം വെക്കുന്ന ഈ സംഭവം കണ്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റി, വേറെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. ഇതാണ് നമ്മുടെ നാച്ചോ കൊറീസോ. ഇത് ഫസ്റ്റ് ഇങ്ങനെ ഔട്ട് ലെയർ കാണുമ്പം ചപ്പാത്തി പോലത്തെ ഒരു സാധനം. ഇതെന്താ, എന്തോ ബ്രെഡാണ്. അതിന് മേലെ ചിക്കന്, അതിന് മേലെ നമ്മുടെ ഉള്ളി, കക്കിരി, ഒരു മിൻറ്റിൻ്റെ ഒരു ചട്നി ഉണ്ട്, പിന്നെ ചെറുനാരങ്ങ. ഇതിങ്ങനെ ചെറുനാരങ്ങ എടുത്ത് നമ്മളിങ്ങനെ പിയ്യണം. ഓൾറെഡി പീന് വെച്ചതുകൊണ്ട് ചെറുനാരങ്ങ തീർന്നുപോയി. നമ്മളിതിങ്ങനെ എടുക്കണം. നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് ആ ചിക്കൻ അതുപൊളിയാണ്. പിന്നെ എന്താ പറയാ, നമ്മളെ നാടൻ ടേസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു നോർമൽ കഴിക്കുന്ന ചിക്കൻ്റെ ഒരു ഫ്ലേവർ അല്ല, ഷവർമൻ്റെ ആ ഒരു മസാല ഫ്ലേവർ അല്ല. ഭയങ്കര സ്മാഷ് ചെയ്തിട്ട് എഗ്ഗും ഉണ്ട് ഇതിൽ, എഗ്ഗും മിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഇത് പ്രകാരം 35-40 കൊടുത്ത് കഴിക്കാനൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ഇത് ഭയങ്കര കാര്യമായിരിക്കും, മെക്സിക്കൻകാർക്ക് അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ എനിക്കെല്ലാം 1 ടൈം ട്രൈ മാത്രം. എനിക്ക് അത്ര വില ഇങ്ങനെ പിടിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ഫ്ലേവർ മാറ്റാൻ വേണ്ടി മാത്രം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഇതിൻ്റെ റേറ്റ് 40 ദിറംസ് ആണ്. പക്ഷെ 40 ദിറംസിനൊന്നും വേർത്തിയൊന്നുമല്ല. 3 പീസ് എന്നെപ്പോലെ മെലിഞ്ഞ ആൾക്കാർ വന്നാൽ ഈ 3 പീസ് പറ്റും, എന്താ പറയുക, തികയും. എന്നാൽ ഫറുവിനെ പോലെ തടിച്ച ആൾക്കാർ വന്നാൽ, ഫറു തടിച്ചിട്ടല്ലേ, ഇച്ചിരി അല്ലേ, ഫറുവിനെ പോലെ തടിച്ച ആൾക്കാർ വന്നാൽ എന്താ പറയുക, പറ്റത്തില്ല. എൻ്റെ മാപ്പിള തടിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ പറയാം. എൻ്റെ ക്യാമറൻ്റെ ബാക്കിലായതുകൊണ്ട് മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചുതരാതെ, എനിക്ക് ക്യാമറ പിടിച്ചിരുന്നതുകൊണ്ട്. ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ സ്പോട്ടിലേക്ക് പോകാം. ഇന്നത്തേക്കുള്ളതായി. ഓൾമോസ്റ്റ് വയറ് ഫില്ലായിട്ട് വരുന്നുണ്ട്, എന്നാലും പക്ഷേ ലൈറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ നേരെ നമ്മുടെ 5ാമത്തെ സ്പോട്ടിലേക്ക് ഇവിടെ നിന്ന് ബസ് മെട്രോ ഒക്കെ പിടിച്ച് എന്താ പറയുക, മൈലുകൾ ദൂരം താണ്ടി ഞാൻ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഫൈനൽ 5ാമത്തെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 5ാമത്തെ സ്പോട്ട്, ദ പോഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് സെറ്റ്
സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല പറയാൻ. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഓഫർ ഇട്ടിട്ടില്ലേ നമ്മൾ മെനക്കേട്ട് ഇങ്ങോട്ടേക്ക് വരില്ല. കാരണം ഇവിടെയെന്ന് വെച്ചാൽ നല്ല ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. പിന്നെ ജബലലി മെട്രോ സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ജബലലി മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്ന് നമുക്കൊരു ബസ് മാത്രമേ ഉള്ളൂ. അതും ഒരു ബസ് പോയാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ബസ് ഉണ്ടാവാൻ. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചിട്ടാണ് ചില ആൾക്കാർ, എന്നാൽ എന്നെപ്പോലത്തെ ആൾക്കാർ ഓഫർ കേൾക്കുമ്പം ചാടിപ്പാൻ ഓടി വരുന്ന ആൾക്കാർ ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ കൂടുതലും ഫോറിനേഴ്സാണുള്ളത്, ഇച്ചിരി റേഞ്ച് മേലോട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മളതിൽ ഒട്ടും കുറവ് വരാണ്ട് നമ്മളും കൂടി ഒന്ന് ആ ഒരു ലെവലിലേക്ക് പിടിക്കണ്ടേ. അതിന് നമ്മൾ ഓഫർ വന്നപ്പോൾ ഒന്നുമില്ലാണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഇവിടുത്തെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ്, വ്യൂ, ഈ വക കാര്യങ്ങളൊക്കെയാണ്. ദപ്പൂഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മീനിങ് ഒന്നും മൈൻഡിൽ വരില്ല. എന്നാൽ പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ എന്താ പറയുക, ഒരു വാക്യൂം പോലത്തെ ഒരു എന്താ പറയുക, ബോളല്ല, ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു സംഭവത്തിലാണ് നമുക്കൊരു പ്രൈവറ്റ് സ്പേസാണ് ഇത് തന്നത്. ഇനി ഫറുപോലും അറിയാത്തൊരു സത്യം ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക്, അതായത് ഞാൻ ദുബായിൽ വന്ന പാട് ഞാനിങ്ങനെ ആനിവേഴ്സറിക്ക് എവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നുള്ള ഇതിൽ ഇങ്ങനെ ആലോചിച്ച്, അപ്പോൾ എനിക്ക് വെറുതെ ബാക്കിന്ന് ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു വെറൈറ്റി കണ്ടപ്പം ഈ ഒരു പോഡ്, ഈ സംഭവമില്ലേ, ഈ ബോൾ പോലത്തെ നമുക്ക് പ്രൈവറ്റ് സ്പേസ്, അവിടെയായിരുന്നു ഞാൻ ഫസ്റ്റ് നോക്കിയത്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഡെക്കറേഷൻസും കാര്യങ്ങളും, ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇവർക്ക് മെസ്സേജ് ചെയ്തു, ഇത് എത്രയോ പൈസ എന്ന് പറിച്ചിരിക്കുന്നു, എത്രയോ പൈസ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ ആ സമയത്ത് എന്നോട് പറഞ്ഞാൽ 300 സംതിങ് ദിറംസ് എങ്ങാനോ. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലേ, 300 സംതിങ് ദിറംസ്. അത്ര ഈസി അല്ല. ഞാൻ അതും വന്ന പാട്. അപ്പം ഞാനിങ്ങനെ പൈസ ഇങ്ങനെ സേവിങ്സ് ആക്കി വെക്കാം. എനിക്ക് വേറെ സേവിങ്സ് ഇല്ലല്ലോ. ഫറു തരുന്ന പൈസ ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കുമായിരുന്നു ആ സമയത്ത് ചെയ്തത്. ഞാൻ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ ഫസ്റ്റ് ആനിവേഴ്സറി, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആനിവേഴ്സറി ആയത്. അപ്പം പിന്നെ എന്താ പറയുക, പൈസ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പറഞ്ഞ് പൈസ വാങ്ങി ചെയ്യുന്നത് അതെന്തോ ഒരു ഇതല്ലേ, ആ സമയത്ത് നമുക്ക് വലിയ ഇതല്ലേ. അപ്പം ഞാൻ വരുന്ന സമയത്ത് ഫറുവിന് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടാണ് ഉണ്ടായത്. ഞാൻ ഷർട്ടും അതുപോലെ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ആനിവേഴ്സറി ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നതിന്. അപ്പോൾ ഇവിടെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചോദിച്ചാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പൈസ എടുത്തു തരും, പക്ഷേ നമ്മൾ ചോദിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. എൻ്റെ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുവന്ന് വേറെ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കണം എന്ന്. അപ്പോൾ ഞാൻ പിന്നെ അത് മെല്ലെ ക്യാൻസൽ ചെയ്ത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഒന്ന് ഇൻസ്റ്റഗ്രാമെല്ലാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഇത് ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇപ്പോഴും അത് തന്നെ, പക്ഷേ ഇങ്ങനെ ദൂരമായതുകൊണ്ട് ആൾക്കാർ അങ്ങനെ എത്തിപ്പെടുന്നില്ല. ഇവിടെയുള്ള സ്റ്റേയിലുള്ള ആൾക്കാരും പിന്നെ ഇവിടുത്തെ പ്രീമിയം ആയിട്ടുള്ള എന്താ പറയുക, നമ്മളെ മദാമ്മമാരും എന്താ ആണുങ്ങൾക്ക് പറയും, അതെനിക്ക് ഓർമ്മയില്ല. സായിപ്പ്, ഇത് ബാക്കിൽ നിന്ന് പറഞ്ഞിരുന്നുണ്ട് സായിപ്പ്. അപ്പോൾ സായിപ്പും മദാമയും കൂടിയിട്ടൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പം എന്താ പറയുക, ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തൽക്കാലം നിങ്ങൾ അങ്ങ് ഒപ്പിച്ചുകൂടിയത് കേട്ടോ. ശരിക്കും ഓഫർ ഇട്ടത് എന്നെ അറിഞ്ഞ് ദുബായിൽ ഞാൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഓഫർ ഇട്ടാന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. കാരണം ഇങ്ങോട്ടേക്ക് അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരില്ല, അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ ഇങ്ങനെയൊന്നും മെനക്കേട്ട് ഇത്രയും ദൂരമായിട്ടുള്ള പ്ലേസിലൊന്നും വന്നിട്ട് ഫുഡൊന്നും കഴിക്കാൻ നിൽക്കില്ല. അത് വെറൈറ്റി ആയാലും പോലെ നമ്മൾ ആ ഒരു ഏരിയ മാക്സിമം കവർ ചെയ്യാന്നല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് അതെന്നാ സാധനം നിങ്ങൾക്ക് കാണണ്ടേ, ബോറായിരിക്കില്ലേ, അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. പോയിട്ട് ഞാൻ എൻ്റെ ഫുഡ് പോയിട്ട് വാങ്ങിയിട്ട് തിന്നട്ടെ. പോടിൻ്റെ വഴികളിലൂടെ നടന്നു വരുന്നു. ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ഗ്ലോബ് പോലത്തെ സാധനം, ഇതിന് ഇതിന് പറയുക, ഗ്ലോബ് എന്നാണോ അല്ലെങ്കിൽ കൂടാരം എന്നാണോ എന്താ പറയുന്നത് എനിക്കറിയില്ല. ആ പ്രൈവറ്റ് സ്പേസ് ഇതാണ്. ഇവിടെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഇവിടെ റിസർവേഷനും അലൗഡാണ്, അല്ലാണ്ട് നമുക്ക് വന്നാലും ഇതുപോലത്തെ സ്പേസ് തന്നെ കിട്ടുക. നല്ല AC ഒക്കെ ഉണ്ടായി നല്ല സെറ്റപ്പാണ്. ഫുഡ് മറ്റേ ഫാമിലി ഡൈനിങ് ആണ് കേട്ടോ. ഫുള്ള് കണ്ടോ, ഉള്ളൊരു സെറ്റപ്പ് ഫാമിലി ഡൈനിങ്. അങ്ങനെ നമ്മുടെ ആനയിച്ച് കൊണ്ടുപോവാണ് നമ്മുടെ ഇരിപ്പിട്ട്. താങ്ക് യു.
she's who assists us. What's her name? Tata. Tata. Yeah. nice to see you. So, man, if you don't mind, could you please tell me your phone number, please? 054 Your good name is Fatimatul Sahala. Fatima. FATHIMA VIP സെറ്റപ്പ് ആക്കിയിട്ട് ഫുൾ ഇരുന്ന് തന്നിന് പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മുടെ ഓഫറിൽ ബ്രൗണിയാണ് ഉള്ളത്. അതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 dirhamsന് വാങ്ങാം. അതിനവിടെ ഈ ഫുൾ മെനു എനിക്ക് കാണിച്ചു തന്നു. ഫുള്ള് മെനുവിൽ എത്രയുള്ളതെന്ന് അറിയാം. 65, 75, 75, 85, 70, 80 ഇതൊക്കെ dirhams ആണ്, നമ്പറല്ല. പിന്നെ ഒരു ചായക്ക് വൈറ്റ് ടീ എന്ന് പറഞ്ഞൊരു ചായക്ക് 55 ഉറുപ്യ പോലും. എന്താ ജാസ്മിൻ നീഡിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു ഗ്രീൻ ടീ തന്നെ ചെറി സാൻജ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ഉണ്ട്, അതിന് 55 dirhams. വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൺഫേം ആയാൽ ആ കാണുന്ന ബെല്ല് നിൽക്കുക. അപ്പോൾ വേറെ ഇവിടെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെയും സെയിം കോളിംഗ് ബെല്ലിന് ഓർഡർ കൺഫേം ആയ കോളിംഗ് ബെൽ. അപ്പം എനിക്കിപ്പോൾ ഓർഡറൊന്നുമില്ല, നമുക്ക് ബ്രൗണി മാത്രം മതി. 10 dirhamsന് നമ്മൾ പാവങ്ങൾ സാധാ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ഭയങ്കര പ്രീമിയം സെറ്റപ്പിലാണ് ഇരുന്ന് പോകുന്നത്. നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ചൂട്ടത്ത് നല്ലതാണ്. ഉള്ളിൽ കയറുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു ഇനി പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാണൂല. കാരണം നമ്മൾ വരുന്ന വഴിക്ക് കുറേ പോടുണ്ട്. അവിടെയൊക്കെ നമ്മൾ നടന്നു വരുമ്പം ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് കാണുന്നില്ല, എന്നാൽ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണുന്നുണ്ട്. ഒരുത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും തേരാപ്പര. അപ്പം നമ്മുടെ ബ്രൗണിക്ക് നെക്കിയാലോ? അയ്യോ റെഡി ഫർഹാൻ എക്കടെ അവന് ചെറുതായിട്ടൊരു എക്സൈറ്റ്മെന്റ് കൂടി പോയിട്ടാണ്. എന്താ എമിറേറ്റ്സ് എംബിഡി ഇടയ്ക്കിടെ ഇതുപോലത്തെ ഓഫർ ഇടണം, എന്നാലല്ലേ ഞാൻ വന്ന് നന്ദി പ്രകടിപ്പിക്കുള്ളൂ. ഇതുപോലെ എല്ലാ കാർഡും ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് എമിറേറ്റ്സ് എംബിഡി ഓഫർ ഇട്ടത് കുറച്ച് പ്രീമിയം റെസ്റ്റോറൻറ്റ്സ് ആണ്. അതായത് ഒന്നിക്കിൽ ഹോട്ടലിന് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ ഞാൻ വന്നപ്പം കൂടുതൽ ഫോറിനേഴ്സാണ് ഉണ്ടായത്. ആ കുട്ടി വന്നത് മെനു എടുക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യം പോലെ പേപ്പർ പെന്നെല്ലാം എടുത്ത് വന്നിന്. പക്ഷെ നമ്മൾ ഒരു ബ്രൗണി മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ ഓഫേഴ്സ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഉള്ള ഏരിയയിലുള്ള സ്ഥലം, അതായത് ഇതിപ്പം നമുക്ക് ഈ പോയ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ കഫേയൊക്കെ എന്ന് വെച്ചാൽ ബസ് ഇറങ്ങി അല്ലെങ്കിൽ മെട്രോ ഇറങ്ങി ഒരു 600 മീറ്റർ 400 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബസ് പിടിച്ച് വരേണ്ട ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജബ്ലാലി മെട്രോ സ്റ്റേഷൻ ഇറങ്ങി ബസ് പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇത് കഫേയും റെസ്റ്റോറൻറ്റിലും ഇത് അധികം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയില്ല. അപ്പം ഇതുപോലത്തെ ഓഫേഴ്സ് വെച്ചിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ഇവർ മെയിനായിട്ട് ഇങ്ങനെ ഓഫേഴ്സ് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് അതിശയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഫുള്ളൊന്നും വായിച്ചില്ല. ഇത് 5 മാത്രമല്ല കേട്ടോ, ഇത് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനിയും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അത് പോകാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ 5 വെച്ച് അവസാനിപ്പിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് എവിടെയെങ്കിലും ഒന്നുകൂടി പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇന്ന് ഇനി സമയമില്ല. ഓൾമോസ്റ്റ് ഇപ്പം 9 മണിയോ 10 മണിയോ അങ്ങനെ എങ്ങാനും ആയി ടൈം. അപ്പം നമുക്കിനി വീടും പിടിക്കണ്ടേ. ഇത് ഫുള്ള് ഇതിലിപ്പോൾ ഞാൻ എന്താ പറയുക 10-15 എണ്ണം ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ്. പക്ഷെ അതിൽ നിന്ന് ഞാൻ 5 എണ്ണം മാത്രമേ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് വെച്ച് എഴുതി വെച്ച് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ പോവാൻ. എന്നിട്ട് ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ, എനിക്ക് വേറൊന്നും കിട്ടിയില്ലെങ്കിൽ മാംഗോ സ്റ്റിക്കി റൈസ് ഇതെനിക്ക് എന്തായാലും തിന്നാൻ പോകണം. ഇപ്പം ഞാൻ ബ്രൗണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കണ്ണും ചിമ്മി കാത്ത് നിൽക്കാന്ന് പറയില്ലേ അതുപോലെ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ബ്രൗൺ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓള് വന്നപ്പം പറഞ്ഞു നോ സ്മോക്കിംഗ് നോ വൈപ്പിംഗ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഇവിടെ ഇരിക്കാം. പക്ഷെ കുറേ ആൾ വേണമായിരുന്നു കേട്ടോ. കുറേ ആളുണ്ടെങ്കിൽ മറ്റേ വലിയ സെറ്റപ്പാണ്. ഇങ്ങനെ ഇരുന്ന് കിസ്സ പറയാം. ഇവിടെ ഇല്ലെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടില്ലേ വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇവർ പോയിട്ട് ഒരു കാപ്പിയോ ഒരു ചായയോ കുടിക്കാൻ 1/2 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കുക. എന്തിനാണെന്ന് അറിയില്ല, ഇവർ ആ ചായയും കുടിച്ച് 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ മാളിൽ പോയാൽ ഞാൻ പറയും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതേ അറബി അവിടെ ഇരുന്നിട്ടുണ്ടാവും, തിരിച്ചു വരുമ്പോൾ ആ സെയിം അറബി അവിടെ തന്നെ ഉണ്ടാവും. ഇവരെണീച്ച് പോലും. അപ്പം വരുവാനോട് പറയാം ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇവർ പോകുന്നത് എന്താ നമ്മളെപ്പോലെ 5 റുപ്യൻ്റെയും 10 റുപ്യൻ്റെയും കുടിക്കാനല്ല, വലിയ 100-ൻ്റെയും 200-ൻ്റെയും സാധനം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതും കുടിച്ച് അതങ്ങ് 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കൂട്ടും അവിടെ തന്നെ. അവരെ വൈബിങ് പ്ലേസ് ആണിത്. മാളിലൊക്കെ പോയി ഇഷ്ടം പോലെ കാണാം. എന്തുകൊണ്ട് ബ്രൗണി വരാത്തത്? ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കേണ്ടി വരും. ഇത്ര കുഞ്ഞു പീസെങ്ങാനും ആയിരിക്കും തരാൻ. തരുമ്പോൾ വന്നപ്പാട് തന്നെ ചോദിച്ചു 2 കാർഡ് ഉണ്ടോ. 2 കാർഡ് ഉണ്ടെങ്കിൽ 2 ആൾക്ക് വേറെ വേറെ തരും. 1 കാർഡാണെങ്കിൽ ഒരാൾക്ക്. നമുക്കിപ്പോൾ 1 കാർഡ് മാത്രമേ ഉള്ളൂ. ആദ്യം ഫറുവിൻ്റെ പോക്കറ്റിൽ ഞാൻ കാർഡ് കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇത് എന്തിൻ്റെ ആവശ്യത്തിന് ഇത്രയും കാർഡ്.
ഇപ്പോഴല്ലേ കാർഡിന്റെ ഉപകാരം എനിക്ക് ഇവിടെ മനസ്സിലായത്. ഒരു കണ്ടമുണ്ടോ ഇവിടെ ഇപ്പൊ രണ്ടാൾ അടിയേണ്ട വരും മിക്കവാറും. റാസ്ബെറി മേരി. ഇനി നമുക്ക് നമ്മളെ ബ്രൗണി. ഓ മൈ ഗോഡ്, ഫ്രിഡ്ജിൽ നിന്ന് അങ്ങ് എടുത്തിട്ട് വന്നതാണോ? വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നുമില്ല. സാധാരണ ബ്രൗണിന്റെ ഫ്ലേവറും അല്ല. ഒന്ന് മേലിൽ ഫുള്ള് നട്ട്സ് ഒക്കെ ഇട്ടതുകൊണ്ടാ തോന്നുന്നു നോർമൽ ബ്രൗണിന്റെ ഫ്ലേവർ ആവാത്തത്. പൊട്ടിച്ചത് ക്രീമിന്റെ കൂടെയെല്ലാം തിന്നോക്കട്ടെ. ശരിക്കും ഈ ബ്രൗണിക്ക് എത്ര പൈസ? 65 റുപ്യ ബ്രൗണിക്ക്. സത്യം പറഞ്ഞ 65ന്റെ വേർത്തേ ഇല്ല. ഇതിനും വേർത്തിയല്ല 65ന്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, അത് ഞാൻ ചെയ്യേണ്ട വരും മിക്കവാറും. ഞാൻ ഇവിടെ മറ്റേ റെസ്റ്റോറൻറ്റിന്റെ ഹൈപ്പും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വടതാണ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഹോണസ്റ്റ് റിവ്യൂ പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ വല്ലപ്പോഴും വന്നാൽ കഴിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു സാധാരണ ബ്രൗണിൽ ഈ നമ്മളെ പീനട്ട്സ് അങ്ങനെ ഇടാറില്ല. ഇതിൽ പീനട്ട്സ് കൂടുതലാണ്. ഓക്കെ ഒപ്പിക്കബിൾ, അത്രമാത്രം. 65 കൊടുത്ത് വാങ്ങേണ്ട ഒരു ഇതുമില്ല. പ്ലേറ്റൊക്കെ അങ്ങനെ കാലിയായി. ഈ പ്ലേറ്റ് കാണുമ്പോൾ വിചാരിക്കും ഞാനേ കാലിയാക്കിയത്. ഞാനല്ല, ഓവർ മധുരം ഇല്ലാത്തതുകൊണ്ട് ഫെറിന് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഫെറു തന്നെയാണ് തിന്ന് തീർത്തത്. ആംബിയൻസ് ആണ് എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടമായത്. ഇത് എൻ്റെ പേഴ്സണലാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്ര വലിയ ടേസ്റ്റില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഈ പീനട്ട്സ് ഒക്കെ കൂടുതൽ കിട്ടുന്ന. പിന്നെ അതിൻ്റെ മേലയിൽ വെച്ചത് പ്രീമിയം സാധനങ്ങളാണ്, റാസ്ബെറി ഒക്കെ. അതുകൊണ്ടായിരിക്കും മേ ബി 65 ദിറംസ് പറഞ്ഞത് ഇവർ. അല്ലെങ്കിൽ ഇത്ര പൈസ ഒന്നുമില്ല. ആ ഒരു റാസ്ബെറി ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് റാസ്ബെറി ആയിരുന്നു. അപ്പം നമ്മുടെ 5 സ്പോട്ടിലെ വീഡിയോ ഇവിടെ അവസാനിച്ചു. എൻ്റെ വയറൊക്കെ ഫുള്ളായി. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരുന്നേക്കും വരെ എന്താ പറയേണ്ടത്, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.